ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ കാർക്കൂന്തലൊക്കെ വളർത്താനും കറപ്പിക്കാനും ഒക്കെ തീരുമാനിച്ച് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഇന്നലെ രാത്രി മുതലേ നമുക്ക് കറണ്ടും ഇല്ല, വെട്ടമില്ല, വെള്ളമില്ല. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെടുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഭയങ്കര പെരുമഴക്കാലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് രാവിലെ ഒരു മുട്ട പുളിസയൊക്കെ അടിച്ച് അങ്ങ് കുളിക്കാമെന്ന് വിചാരിച്ചു. കുളിക്കണം വേണ്ട എന്നൊക്കെ ഒരു തീരുമാനമൊന്നും ആയില്ല. എന്തായാലും നമുക്ക് മുട്ടക്കൂട്ടനെ ഇട്ടിട്ട് കുളിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. രാവിലെ മടിയാണിപ്പം, മഴയല്ലേ, ഭയങ്കര തണുപ്പ്. അപ്പോൾ എന്തായാലും ഒരു മുട്ടക്കുട്ടനെയൊക്കെ തല്ലി പൊട്ടിച്ച് നമുക്ക് മുടിയിലിട്ടിട്ട് അങ്ങ് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴിടയ്ക്ക് നമ്മൾ മുട്ടയും കൂടെ കൊടുക്കണം കേട്ടോ. മുടി വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമുക്കൊരു മുട്ടക്കുട്ടനെ ചിലരൊക്കെ കമൻറ്റിൽ കൂടി ചോദിക്കാറുണ്ട്. ഞാൻ ഈ മുട്ടയാണ് എടുക്കുന്നത് കേട്ടോ. ചുമന്ന തോടുള്ള മുട്ടയാണ് ഞാനിവിടെ എടുക്കുന്നത്. നമ്മൾ വാങ്ങിക്കുന്നത് തന്നെ കോഴിയൊന്നും ഇല്ല കേട്ടോ. കോഴിയൊന്നും ഇല്ല, മുട്ട നമ്മൾ വാങ്ങിക്കുന്നത് ഇതേലെ മുട്ടയാണ് നമ്മളിവിടെ വാങ്ങിക്കുന്നത്. എനിക്കിതാണ് ഇഷ്ടം കേട്ടോ. മക്കൾക്കും മറ്റേത് ഇഷ്ടമല്ല, വെള്ളത്തോരൻ ഇഷ്ടമല്ല കേട്ടോ. ഇതാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇത് തലയിൽ ഇടാൻ നമ്മൾ ഇത് തന്നെയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ മുട്ടക്കുട്ടനെ അങ്ങോട്ട് നമുക്ക് രാവിലെ തന്നെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചാലോ മുടിയിൽ. അപ്പോഴും മുട്ടയുടെ വെള്ള മാത്രമേ എടുക്കുന്നുള്ളൂ, മുട്ടയുടെ വെള്ള മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ചില സമയത്തുണ്ടല്ലോ ഞാൻ പൊട്ടിക്കുമ്പോൾ ആ മഞ്ഞയും കൂടെ, അവന് അനുസരണയില്ലാത്തവനാണ്, മഞ്ഞയും കൂടെ അങ്ങ് വീണ് കളയും കേട്ടോ. അപ്പോൾ വെള്ളം മാത്രം നമുക്ക് എടുത്ത് നമ്മുടെ വെളിച്ചെണ്ണ കുട്ടനെയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അടിച്ചങ്ങോട്ട് തേക്കാമെന്ന് വിചാരിച്ച് രാവിലെ. ഇന്നിപ്പോൾ നമുക്ക് തണുപ്പൊക്കെ അല്ലേ, അതുകൊണ്ട് നമുക്ക് അല്ലാതുള്ളതൊന്നും ചെയ്യാനും ഒന്നും ഒക്കത്തില്ല. എന്താ താളി അങ്ങനെയൊക്കെ ഉള്ളതൊന്നും ഇടാനും ഒക്കത്തില്ലല്ലോ. അപ്പോൾ മുട്ടക്കുട്ടൻ്റെ കൂടെ നല്ല വലിയൊരു മുഴുത്ത മുട്ടയാണ്, സ്നേഹമുള്ള കോഴിയിട്ട മുട്ടയാണ്. അതാണ് ഇത്ര വലിയ മുട്ട. എൻ്റെ ഈ കാർക്കും തന്നെ ഇത് നല്ലതാ. ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി വെള്ളമുണ്ട്. ബാക്കി നമുക്ക് നമ്മുടെ ചിക്കുവിനങ്ങ് കൊടുക്കാം കേട്ടോ. എടുക്കത്തില്ല ഇവിടെ, ഞാനങ്ങ് അവന് കൊടുക്കും, ചിക്കുവിനങ്ങ് കൊടുക്കും കേട്ടോ. ഇതിൻ്റെ മഞ്ഞ അത്രയും മതി. എൻ്റെ കാർക്കൂന്തലിന് ഇത് തന്നെ ധാരാളം. ഒത്തിരി ഉണ്ട് കേട്ടോ, വലിയൊരു മുട്ടയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വെളിച്ചെണ്ണയും കൂടെ വേണമെങ്കിൽ നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം, താരനൊക്കെ പോകാൻ. എനിക്ക് താരനൊന്നുമില്ല. അപ്പോൾ ഇത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ. മുടിയിൽ നമ്മൾ വെളിച്ചെണ്ണ പാടില്ല. അതേ മുട്ടയുടെ തോടൊക്കെ ഇരിക്കുന്നു. അതുപോലെ എല്ലാവരും വിചാരിക്കും ഞാൻ മുട്ട ഇട്ടയാണ് അല്ലേ, മുട്ടയുടെ തോടൊക്കെ ഇരിക്കുന്നത്. നന്നായിട്ട് അടിച്ചങ്ങ് പാടപ്പിക്കണം. നല്ലൊരു വിചാരിക്കും ഇവിടെ തട്ടുകട വല്ല ഞാൻ തുടങ്ങിയത്, പാർലറിൽ നിർത്തി തട്ടുകട തുടങ്ങിയത്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വിധം പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്, ഞാൻ നേരത്തെ കുപ്പിക്കകത്തായിരുന്നു, കുപ്പി അപ്പുറത്തെങ്ങാണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി എടുക്കാൻ പോകാൻ മടി. നമുക്കല്ലാതെ തന്നെ നമുക്ക് കൈവച്ചൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ നിന്നാൽ മതി, ഒരു സമയം നിൽക്കേണ്ട, മഴ സമയമല്ലേ. ഞാൻ എൻ്റെ കാർക്കൂന്തല വളർത്തുന്നത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒട്ടുമേ തേച്ചിട്ടില്ല. ഞാൻ രാവിലെ ചീവിയതേ ഉള്ളൂ, ചീവി കെട്ടി വെച്ച്. ഇന്നലത്തെ നമ്മുടെ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കേ, നല്ല അടിപൊളി കാച്ചി. നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ട് നടക്കണം കേട്ടോ, എന്നാലേ നമുക്ക് മുടിക്ക് നല്ല വ്യത്യാസമൊക്കെ വരത്തുള്ളൂ. നമ്മൾ ചേച്ചിമാരൊക്കെ പറഞ്ഞു തരുന്നത് ഇങ്ങനെ കാർക്കൂന്തൽ വളർത്തുമ്പോൾ നന്നായിട്ട് മുടി ചീവി അതിൻ്റെ കെട്ട് ജട എന്നൊക്കെ പറയും ഞങ്ങളിതൊക്കെ, അതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഏത് മുട്ടത്തലയിലും നമ്മളൊന്ന് വിചാരിച്ചാൽ മുടിയൊക്കെ കിളർക്കും കേട്ടോ.
നമ്മളൊന്ന് വിചാരിച്ചാൽ മുടിയൊക്കെ കിളർക്കും. സത്യം തന്നെയാണ്. നമ്മളിതൊന്ന് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഒത്തിരി ഒന്നും വളർന്നില്ലെങ്കിലും നമുക്ക് വളർന്നൊക്കെ വരുള്ളൂ. ആരിനിയിപ്പം നമ്മളെ നാണം കെടുത്തിയാൽ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ വളർത്തും. ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കുപ്പി എടുത്തുകൊണ്ട് വന്നില്ല, വിരലിൻ്റെ തുമ്പ് വെച്ച് നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം. ആഴ്ചയിലൊക്കെ ഒരു മുട്ട അങ്ങോട്ട് അടിച്ചു കൊടുത്തു, തലയിലോട്ട് ഒരു മുട്ടയൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തോളൂ. സ്കാൽപ്പിലോട്ടൊക്കെ നമ്മുടെ കൈ വെച്ച് ഫുള്ള് നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. മഴയാണ് രാവിലെ ഇവിടെ കേട്ടോ, തകർത്ത് വാരി പെയ്ത്താണ്. ഒന്ന് തോന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഭയങ്കര സൗണ്ട് കൊണ്ട് ഒന്നും കേൾക്കാൻ ഒക്കത്തില്ല കേട്ടോ. നിങ്ങൾ താരനൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് നാരങ്ങ നീര് കേട്ടോ, ഒരു 5-6 തുള്ളിയൊക്കെ ഒഴിച്ച് കൊടുത്തോളൂ. താരനൊക്കെ കൂടുതലായിട്ടുള്ളവർ. പിന്നെ മുടിയൊക്കെ കിളിർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ താരനൊക്കെ മാറ്റിയിട്ട് വേണം, ഇല്ലെങ്കിൽ മുടിയൊന്നും കിളിക്കത്തില്ല കേട്ടോ. താരനൊക്കെ ഉണ്ടെങ്കിൽ വലിയ പാട് തന്നെയാണ് മുടി കിളിർക്കാൻ കേട്ടോ. ആദ്യം നമ്മൾ സ്കാൽപ്പിലോട്ടുള്ളത് പുരട്ടി കൊടുക്കുക കേട്ടോ. പുറവശത്ത് നമുക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ കേട്ടോ. പുറവശത്ത് നമ്മുടെ കറുപ്പുന്തലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തേ നമുക്ക് പറ്റത്തുള്ളൂ. പിന്നെ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് എതിരഭിപ്രായവും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടോ. കാണുന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, എല്ലാം ഞാൻ കാണുന്നുണ്ട്. കറക്കത്തില്ല, വെളുക്കത്തില്ല. ഇത് ചെയ്ത് നോക്കിയാലല്ലേ നിങ്ങൾക്ക് റിസൾട്ട് അതിൻ്റെ കിട്ടത്തുള്ളൂ. പിന്നെ ഞാനിപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തുടർച്ചയായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മുടിക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഞാനത് എവിടെ വേണേലും ആണായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാം. എൻ്റെ മുടിക്ക് നല്ല വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ മുടിയിൽ കെമിക്കൽ ഡൈ തേക്കാതെയാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ തേക്കാൻ തുടങ്ങിയത്. എനിക്കറിയാൻ വയ്യ, ഞാൻ ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇപ്പോഴും പറയുന്നു, കെമിക്കൽ ഡൈ തേച്ചിട്ട് നാച്ചുറലായിട്ടുള്ള ഇതുമാതിരിയുള്ള ഡൈ അതിനകത്ത് പിടിക്കുമോ എന്തോ എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു രണ്ടാഴ്ചത്തേക്കൊക്കെ നമുക്ക് ഇത് പുരട്ടാതെ നിങ്ങൾ ഇരുന്നിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് പരീക്ഷിച്ചോളൂ കേട്ടോ. എനിക്ക് മുടിയൊക്കെ മുറിച്ചപ്പം, തുമ്പൊക്കെ മുറിച്ചപ്പം നമുക്ക് ഒരു ബലം തോന്നുന്നു മുടി കേട്ടോ. പിന്നെ നമ്മൾ ഈ ഡൈക്കകത്ത് തന്നെ നമ്മൾ ചെയ്യുന്നത് തന്നെ നെല്ലിക്കാപ്പൊടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളല്ലേ, അതൊക്കെ മുടിക്ക് നല്ലതാണ് കേട്ടോ. നമ്മുടെ നീലയമരി പൗഡറ്, പിന്നെ മൈലാഞ്ചിപ്പൊടി, ഇതൊക്കെ നല്ലതാണ്. നമ്മുടെ മുടി വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ് കേട്ടോ. എനിക്കിപ്പം എൻ്റെ മുടിയെ ഒരുപാട് ഞാൻ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ കുളിക്കുമ്പോൾ ഇച്ചിരിയായിട്ടൊക്കെ ഇരിക്കും, അത് സർവ്വസാധാരണമാണ്, എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ബാക്കിയുള്ളത് നമുക്ക് മുടിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ചിലർ വിചാരിക്കും ഇവർക്ക് വട്ടാണ്, ഇത്രയും ഈ കാർക്കുന്തലിനകത്ത് ഇതൊക്കെ കാണിച്ചു തരുന്നതല്ലേ. എന്നെ പറയണം, നിങ്ങളെ കാണിച്ചു തരുന്നത്, നിങ്ങൾ വളർത്തിക്കോളാനാണ് ഞാനിതൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ. നിങ്ങളും കൂടെ വളർത്താൻ വേണ്ടി ഞാനിതൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ആ സ്കാൽപ്പിലുള്ള തേച്ചിട്ട് ഒരു മുട്ട മതി കേട്ടോ. എനിക്കൊരു മുട്ട ധാരാളമാണ്. നിങ്ങളുടെയൊക്കെ മുടിയുടെ അനുസരിച്ച് നിങ്ങളൊക്കെ പുരട്ടിക്കോളൂ. കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു ഒരു മുട്ട ഒരു ഡൈയുടെ കൂടെ ഞാൻ ഇട്ടത്, പിന്നെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. വേറെ എന്തെങ്കിലും കലാപരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ രാവിലെ നല്ല മഴ, വല്ല പനി വിഭാവം പിടിച്ച് ഞാൻ കിടന്ന് ആരെന്നെ നോക്കും? നിങ്ങളാരെങ്കിലും വന്ന് എന്നെ നോക്കൂ? തെറി പറയുന്ന നിങ്ങളാരെങ്കിലും എന്നെ വന്ന് നോക്കൂ? ഇല്ല. നോക്കാൻ എൻ്റെ കെട്ടിയവനും മക്കളും ഒക്കെ കാണത്തുള്ളൂ കേട്ടോ. അവരും നോക്കുന്നോന്ന് അറിയത്തില്ല, ഇതല്ലേ കയ്യിലിരിപ്പ്. അവരും നോക്കുമെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പം ആരെയും അത്ര വിശ്വാസമൊന്നും ഇല്ല, അത്ര പോരാ വിശ്വാസം.
വിശ്വാസമൊന്നും പോരാ കേട്ടോ. അവർക്കൊക്കെ പരാതി, നമ്മളൊക്കെ യൂട്യൂബ് തുടങ്ങിയതോടുകൂടി അവരോടുള്ള അതൊക്കെ അങ്ങ് മാറിയത്. നിങ്ങളോടാണെന്ന് കേട്ടോ കൂടുതൽ സ്നേഹം, എന്നെക്കാളും നിങ്ങളോടാണെന്ന് കേട്ടോ. ഇവരെ പരാതിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എന്തായാലും നിങ്ങൾക്കുള്ള സ്നേഹവും ഒക്കെ ഞാൻ തന്നിട്ടേ ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തുള്ള ഇങ്ങനെ സോപ്പിട്ട് നിന്നാലല്ലേ നമ്മളെ മൈൻഡ് ചെയ്യത്തുള്ളൂ അവർ കേട്ടോ. ഇപ്പോഴതേ നമ്മുടെ കാര്യമൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് ഫുള്ള് നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞാണ് കുളിക്കാം. രാവിലെ ഒന്നും ഇല്ല കേട്ടോ, വെയിലൊന്നും ഇല്ല, ഇങ്ങനെയൊക്കെ നിൽക്കും അന്തരീക്ഷം. അപ്പോഴേ സൂപ്പ് കുളിച്ചിരിക്കുമെന്ന്. എന്തായാലും മുട്ട തേച്ചാൽ ഞാൻ കുളിക്കും, പോവില്ലാതെ. ഞാനല്ലെങ്കിൽ എന്നും കുളിക്കും കേട്ടോ. ഞാനല്ലെങ്കിൽ എന്നും കുളിക്കും കേട്ടോ. നിങ്ങളെപ്പോലെ മടിച്ചൊന്നുമല്ല ഞാൻ. കുളിച്ചില്ലെങ്കിൽ ഭ്രാന്ത് കയറും, നമുക്ക് വട്ടാവും അല്ലേ. ചിലരുണ്ട് മഴ മാനത്ത് വന്നാൽ പിന്നെ അവർ കുളിയില്ല, നനയില്ല, ഒന്നുമില്ല. എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു പനി വന്നാലും നമുക്കൊക്കെ പനി വന്നാലും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയാലേ നമുക്കത് മാറത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇതാട്ടോ, എന്തോ ഒരു അസ്വസ്ഥത. ഇപ്പം എത്ര പനിയൊക്കെ ആണെങ്കിലും നമുക്കൊക്കെ ഒന്ന് കുളിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല കേട്ടോ. അപ്പോൾ മുടി വളർച്ചയ്ക്ക് മുട്ട എല്ലാവരും ശീലമാക്കണം കേട്ടോ. ഈ സുപ്പുവിനെ പോലെ കാക്കൂന്തലൊക്കെ വളർന്നിറങ്ങി വരട്ടെ കേട്ടോ. ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും നമ്മളെ ആരും നാണം കെടുത്തരുത്, മുട്ടച്ചിനാരും കളിയാക്കരുത് കേട്ടോ. അപ്പോഴെന്തേ നമ്മുടെ മുട്ടപ്രയോഗം കഴിഞ്ഞിരിക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കുളിയൊക്കെ പാസ്സാക്കാം. നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചത് കൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ. മുടിയൊക്കെ നമ്മൾ തുമ്പൊക്കെ മുറിച്ച് ഇത്ര മേലായി സുപ്പുവിൻ്റെ കാർക്കൂന്തൽ കേട്ടോ. മുട്ടയിൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചത് കൊണ്ട് തന്നെ വലിയ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. ഇല്ല, വലിയ സ്മെല്ലൊന്നും ഇല്ല. പിന്നെ അതിൻ്റെ മഞ്ഞയും നമ്മൾ എടുത്തിട്ടില്ലല്ലോ. ഇങ്ങനെ നമ്മൾ കെട്ടി അങ്ങ് വിൽക്കി. ഇനി അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നീരാടാൻ പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ശീലമാക്കണം വല്ലപ്പോഴും. പിന്നെ നമ്മുടെ ഡൈയും പരീക്ഷിക്കണം. ഡൈയെ മുഖത്തൊക്കെ ചെയ്യുന്ന ടിപ്പുകളെല്ലാം പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എളുപ്പം ചെയ്യാൻ പറ്റിയ ടിപ്പുകളാണ് സുപ്പ് പറഞ്ഞു തരുന്നത് കേട്ടോ. ആകുമ്പം നമ്മൾ സൂക്ഷിക്കണം. വലിയ തണുപ്പൊന്നും ഉള്ളത് ഇച്ചിരി നേരമൊക്കെ നിന്നാൽ മതി. തൈരും അതുമാതിരിയൊക്കെയുള്ള താളികളും ഒക്കെ ചെയ്യുമ്പം കുറച്ച് നേരമൊക്കെ നിന്നാൽ മതി. ഒത്തിരി സമയമൊന്നും നമ്മൾ നിൽക്കേണ്ട കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കാൻ എന്താ എല്ലാവർക്കും അറിയാം കേട്ടോ. സുപ്പ് ഇത് കാണിച്ചത് എന്നെ കളിയാക്കിയൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മളിത് സ്ഥിരം ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളെ കൂടെ ഞാനങ്ങ് കാണിച്ചു തന്നത്. വേറെ ഇന്ന് രാവിലെ ഇപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, തണുപ്പുള്ളത്. അപ്പോഴതുകൊണ്ടാണ് സുപ്പ് ഇന്ന് മുട്ടയുടെ പ്രയോഗം ചെയ്തത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നു മാത്രം. ഒത്തിരി പേര് നമ്മളെ നാണം കെടുത്തിയൊക്കെ ചെയ്യും. സാരമില്ല, ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. വെളുക്കുന്നില്ല, കറക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നാണം കെടുത്തും കേട്ടോ. സാരമില്ല, ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ മൈൻഡിലേ ഒന്നുമില്ല അതൊന്നും കേട്ടോ. അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം. ഇതൊക്കെ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തിനും ഒരു മാറ്റമൊക്കെ വരത്തുള്ളൂ. എന്നും ഒരേപോലെ ഇരുന്നാൽ മതി, ഒരു മാറ്റമൊക്കെ വേണ്ടേ അല്ലേ ദാസ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ, മുട്ടയുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ പറയണം. കറണ്ടൊന്നുമില്ല കൂട്ടുകാരുള്ള സമയത്തൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. ആ സമയത്ത് പോലും നമുക്ക് വീഡിയോ എനിക്ക് ഇടാൻ പറ്റുന്നില്ല. ചിലപ്പം വീഡിയോ ഒക്കെ എടുത്ത് വയ്ക്കും, നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധ്യത ചാർജ് കാണത്തില്ല കേട്ടോ. എനിക്കതുകൊണ്ട് സമയമില്ലാതൊക്കെ നമുക്ക് ഭയങ്കര വിഷമം വരും. നമ്മൾ എന്നും വീഡിയോ ഒക്കെ ഇടുന്നതായതുകൊണ്ട് ആ സമയമാകുമ്പോൾ നമുക്കൊരു വെപ്രാളമാണ് കേട്ടോ. നമുക്ക് വീഡിയോ ഒക്കെ ഇട്ടാലല്ലേ നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും എത്താനൊക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ കറണ്ട് പോക്കും വെള്ളപ്പൊക്കവും ആകെ പ്രശ്നങ്ങളാണ്. എന്നാലും ഈ സുപ്പിൻ്റെ കുഞ്ഞു വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ കേട്ടോ. എല്ലാവരുടെയും വീഡിയോ ഒക്കെ കണ്ട് സുപ്പവും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ പരസ്പരം. എങ്കിൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് എത്താൻ പറ്റത്തുള്ളൂ അല്ലേ. ഒരു പാലം ഇട്ടാൽ എന്ന് ഞാൻ പറയും, പക്ഷെ ആര് കേൾക്കുന്നോ എന്തോ. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോഴേ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.